സോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് KKRന്റെ സ്ക്വാഡ് അനാലിസിസ് ആണ്. കഴിഞ്ഞ സീസണിലെ ഡിഫെൻഡിംഗ് ചാമ്പ്യൻസ് ആയിട്ടുള്ള KKRന് ഈ സീസണിൽ എങ്ങനെയായിരിക്കും വിത്തൗട്ട് ശ്രേയസ് അയ്യർസ് ക്യാപ്റ്റൻസി എങ്ങനെ കളിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ KKRന്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ആദ്യം നമ്മൾ പറയണം ഡിഫെൻഡിംഗ് ആയിട്ടുള്ള ചാമ്പ്യൻസ് ആണ്. കഴിഞ്ഞ സീസണിൽ അടിപൊളിയായിട്ടൊരു സ്ക്വാഡായിരുന്നു KKRന്റെ. അടിപൊളിയായിട്ട് തന്നെ അവർ കളിച്ചും വന്നു. അപ്പൊ ബ്രോയുടെ അഭിപ്രായം എന്താണ്? ഓഫ് കോഴ്സ് ഇത് ഏറ്റവും കൂടുതൽ പറയാൻ സാധിക്കുന്നത് ബ്രോയ്ക്കാണ്. ഓഫ് കോഴ്സ് KKRന്റെ ഫാനാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ നോക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ശ്രേയസ് അയ്യരായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ. 2022 പുള്ളിക്ക് ഇഞ്ചുറി വന്നു. 23 ഇഞ്ചുറി വന്നു. 22 പുള്ളിനെ വാങ്ങിയത്. പിന്നെ 23 ഇഞ്ചുറി വന്ന് പുള്ളിക്ക് ഇഞ്ചുറി കാരണം പുള്ളിക്ക് കളിക്കാൻ പറ്റില്ല. ഫുള്ള് സീസൺ മൊത്തം പോയത് ഷോൾഡർ ഇഞ്ചുറി കാരണം. 24 ഒരു ചാമ്പ്യൻസ് ആയി. പിന്നെ ടീമിന്റെ ബാലൻസ് നോക്കുവാണെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് വലിയ മാറ്റമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ രാജസ്ഥാന്റെ പറഞ്ഞ പോലെ തന്നെ വലിയ മാറ്റമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. രാജസ്ഥാന്റെ ഓരോ പ്ലെയറിന് പോയിട്ട് അതിന് പകരം വന്ന കണക്ക് തന്നെ KKRന് അതുപോലെ തന്നെ ഇപ്പോ ശ്രേയസ് അയ്യർ പോയാണെങ്കിൽ ആ ഒരു സ്ലോട്ടിൽ അവർ രഹാനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർക്ക് അതുപോലെ തന്നെ വലിയ മാറ്റം തോന്നുന്നില്ല. കീ പ്ലേയേഴ്സിനെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് റിട്ടേണേഷൻ സമയത്ത്. റിട്ടേൺ ചെയ്തിരിക്കുന്ന കീ പ്ലേയേഴ്സിനെ തന്നെയാണ്. ലൈക്ക് റസൽ ഉണ്ട്, റിങ്കു ഉണ്ട്, വരുൺ ചക്രവർത്തി, അതോടൊപ്പം തന്നെ നരൈൻ, രമൺദീപ്, ഹർഷിത് റാണ. സോ ആ കോർ ടീമിനെ അവർക്ക് നിലനിർത്താൻ പറ്റിയത് അവരെ സംബന്ധിച്ച് വലിയൊരു ഹൈലൈറ്റ് തന്നെയായിട്ട് തോന്നുന്നുണ്ട്. അത് ബാക്ക് ബോൺ തന്നെയാണ്. ഈ 6 പേര് എന്ന് പറയുന്നത് ഭയങ്കര ബാക്ക് ബോൺ തന്നെയാണ് ടീമിന്റെ. അതെ, അത് നമ്മളിപ്പോ രാജസ്ഥാനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ KKR ചെയ്തേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ബാറ്റ്സ്മാൻമാരെ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ സ്പിന്നേഴ്സിനെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫാസ്റ്റ് ബോളേഴ്സിനെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ 6 പേരില് അവര് മെയിൻ ആയിട്ട് 3 ഏരിയ അവർ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രാജസ്ഥാന്റെ നമ്മൾ നോക്കുവാണെങ്കിൽ അതിൽ കൂടുതലും ബാറ്റ്സ്മാൻമാരായിരുന്നു. പേസ് ബോളറായിട്ട് ആകെ സന്ദീപ് ശർമ്മ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. ഹർഷിത് റാന ആണെങ്കിലും വരുൺ ചക്രവർത്തി ആണെങ്കിലും നരേൻ ആണെങ്കിലും റസൽ ആണെങ്കിലും അവര് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു പ്ലസ് പോയിന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ അതിനകത്ത് യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ മാറ്റി നിർത്താൻ പറ്റുന്ന ആകെ നമ്മുടെ റസലിന്റെ കാര്യം മാത്രം. റസൽ, നരേൻ എന്നിവരുടെ കാര്യമാണ്. റസൽ ഓൾറെഡി 36 ആയി, നരേനും ആ ഒരു ഏജിലേക്ക് കടന്നിട്ടുണ്ട്. സോ ഒരു ലോങ് ടൈം ഡീലിലേക്ക് ഇവരുടെ കാര്യം എങ്ങനെ വർക്ക്ഔട്ട് ആവുന്നത് ഒരു കൺസേൺ തന്നെയാണ് മെഗാ ഓപ്ഷൻ സമയത്ത് ഇങ്ങനെ റിട്ടേഷൻ നടത്തിയതിൽ. പക്ഷെ അവരുടെ ഫിറ്റ്നസ് ഒന്നും വലിയ ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരൊരു കരീബിയൻ പ്ലെയറിനോട് തന്നെയാണ്. ഓഫ് കോഴ്സ് കരീബിയൻ പ്ലെയറിന്റെ ഫിറ്റ്നസിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നരേൻ ആ സൈഡിൽ ഓക്കെ ആണ് അവര്. അതെ. പിന്നെ അവർക്ക് ടീമിനോടുള്ള കുറച്ച് ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ട് അവര് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ അവരുടെ റിട്ടൻഷൻ ടൈമിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം. അവർക്ക് 18 കോടിയും 17 കോടിയൊന്നും വെച്ചല്ല റിട്ടേൺ ചെയ്തത്. നയനും റസലൊക്കെ അവര് 12 കോടി സംതിങ് അങ്ങനെ തോന്നണത്. വെങ്കടേഷ് അയ്യറിന്റെ ആയിരുന്നു. വെങ്കടേഷ് അയ്യറിന്റെ ബൈ അദ്ദേഹത്തിന് പോയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ സീസണിൽ പീക്ക് പെർഫോമൻസിലായിരുന്നു വെങ്കടേഷ് അയ്യർ നിന്നിട്ടുണ്ടായിരുന്നത്. മിഡിൽ ഓർഡറിൽ ഇത്രയും സ്റ്റേബിൾ ആയിട്ട്, അതും സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരുന്നു. 146 സ്ട്രൈക്ക് റേറ്റിൽ വിത്ത് ആവറേജ് ഓഫ് 39 പോയിന്റ് സംതിങ്. അതിലാണ് വെങ്കടേഷ് അയ്യർ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 46 പോയിന്റ് സംതിങ് ആണ് അദ്ദേഹത്തിന്റെ ആവറേജ് എന്ന് പറയുന്നത്. സോ അതൊരു വലിയ ഇമ്പാക്ട് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷെ അത്രയും റേറ്റ് പോകുന്ന ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വെങ്കടേഷ് അയ്യരെ പോലൊരു താരത്തിന്. അതെ. അത്രയ്ക്ക് പുള്ളി അത്യാവശ്യം 2 ഓവർ പുള്ളിക്ക് മീഡിയം പേസ് എറിയാനും ആ ഒരു ടൈപ്പ് പ്ലെയർ ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു വെച്ച് നോക്കുമ്പോ 20 കോടിക്ക് മേളിലൊക്കെ പോകുന്ന ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ആ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒരുപക്ഷെ ക്യാപ്റ്റൻ ആയിട്ടാണോ താരത്തിന് സൈൻ ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ എന്തായാലും അജിൻക്യ രഹാനെ വന്നതോടെ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അജിൻക്യ രഹാനെ തന്നെ ആയിരിക്കും ക്യാപ്റ്റൻ എന്നുള്ള ഒരു ഗസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ക്യാപ്റ്റൻസി എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്നത് കാണും. കാരണം ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസി വേറൊരു രീതിയിലായിരുന്നു. അജിൻക്യ രഹാനയുടെ ക്യാപ്റ്റൻസി വരുമ്പോൾ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടൊരു താരമായിട്ട് നമുക്ക് അറിയാം. അദ്ദേഹം ഒരു കമ്പോസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് തന്നെ ആയിരിക്കും നടത്താൻ പോകുന്നത്. പ്രഷർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് അജിൻക്യ രഹാനെ. പക്ഷേ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ CSK വേണ്ടി കളിച്ചിട്ട് ആവറേജും അതോടൊപ്പം തന്നെ സ്ട്രൈക്ക് റേറ്റും വളരെയധികം ലോ ആയിരുന്നു. ഞാനിപ്പോൾ അത് എടുത്ത് നോക്കിയിട്ടിരിക്കുകയായിരുന്നു. അതായത് കഴിഞ്ഞ IPL സീസണിൽ 13 മത്സരങ്ങൾ കളിച്ച രഹാനയുടെ ആവറേജ് 20.16 മാത്രമാണ്. T20യിൽ അത് ഒരു ഭയങ്കര ബിലോ ആയിട്ടൊരു ആവറേജ് ആണ്. അതും വിത്ത് സ്ട്രൈക്ക് റേറ്റ് ഓഫ് 123. വൺ ഡൗൺ കളിക്കുന്ന ഒരു പ്ലെയറുടെ ആവറേജ് അത്ര പോരാന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ലാസ്റ്റ് സീസണിൽ പുള്ളി ഇച്ചിരി മോശമായിരുന്നു. പക്ഷെ നമുക്ക് പുള്ളി ഇപ്പൊ കറന്റ്ലി പുള്ളി അത്യാവശ്യം ഫോമിലാണ്. അടിപൊളിയായിട്ട് കളിക്കുകയും ചെയ്തു. വിത്ത് സ്ട്രൈക്ക് റേറ്റ് ഓഫ് 172 ആണ്. പുള്ളിയുടെ കരിയർ ബെസ്റ്റ് സ്ട്രൈക്ക് റേറ്റ് ആണ് അത് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ഇവര് സൈൻ ചെയ്തിരിക്കുന്ന മറ്റു താരങ്ങളാണ് ഗുർബാസ്, അതോടൊപ്പം തന്നെ ഡീകോക്ക്. നരേൻ ഓപ്പണിംഗിൽ വരുന്നതുകൊണ്ട് തന്നെ കൂടുതലും പ്രയോറിറ്റി കൊടുക്കുക ഗുർബാസിന് തന്നെയായിരിക്കും. രണ്ടുപേരും വിക്കറ്റ് കീപ്പർ ബാറ്റേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നത് ഡീകോക്ക് ആയിരിക്കും മിക്കവാറും ഓപ്പൺ ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുർബാസ് മിക്കവാറും സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും.
ഡീകോക്ക് തന്നെ ആയിരിക്കും മിക്കവാറും ഫസ്റ്റ് ഓപ്ഷൻ കീപ്പറായിട്ട് വരുന്നത്. സ്ട്രൈക്ക് റേറ്റ് ഉണ്ടെങ്കിലും ഗുർബാസിന്റെ പ്രശ്നം കൺസിസ്റ്റൻസി പ്രോബ്ലം ആണ്. അതൊരു വലിയ കഴിഞ്ഞ പ്രശ്നമായിട്ട് ലാസ്റ്റ് തോന്നുന്നു. സീസണിൽ പുള്ളിക്ക് എന്താ ലാസ്റ്റ് സോൾട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് പിന്നെ ചാൻസ് കിട്ടിയത്. ഇവരുടെ ബോളിംഗ് സൈഡിലേക്ക് വരുമ്പോഴാണ് പേസ് ബോളിംഗ് സൈഡിലാണ് ചെറിയൊരു വീക്ക്നെസ് ഇരിക്കുന്നത്. ആൻഡ്രിസ് നോർച്ചയുടെ കഴിഞ്ഞ സീസൺ എടുത്തു നോക്കി കഴിഞ്ഞാൽ എക്കണോമിക്കലി ഭയങ്കര ഹൈ ആയിരുന്നു. 6 മത്സരങ്ങൾ മാത്രം കളിച്ച് 13.36 ആയിരുന്നു താരത്തിന്റെ എക്കോണമി എന്ന് പറയുന്നത്. അവിടെ മെയിൻ ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു ബോളർ പുള്ളിയാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഹർഷിത്താണ്. പുള്ളി അതെ സ്പിൻ അറ്റാക്ക് അടിപൊളിയാണ് ഉറപ്പായിട്ടും. പിന്നെ സ്പെൻസർ ജോൺസൺ ഉണ്ട് അത്യാവശ്യം ലെഫ്റ്റി. അതും സ്പിൻ ഡിപ്പാർട്ട്മെന്റ് പീക്ക് ആയിട്ടുള്ള സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. IPL വൺ ഓഫ് ദ ബെസ്റ്റ് സ്പിൻ അറ്റാക്ക് ആണ്. ഫോം ഓഫ് ഹിസ് ലൈഫിലാണ് ഉറപ്പായിട്ടും നമ്മുടെ വരുൺ ചക്രവർത്തി നിൽക്കുന്നത്. പിന്നെ പോരാതെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരം ആ സൈഡിലുള്ളത് ഇവർക്ക് വലിയൊരു ഗുണം തന്നെ ചെയ്യും. അത് എക്കണോമിക്കലി ഭയങ്കര ഹൈ ആയിട്ടുള്ള എക്കണോമി നന്നായിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കുന്ന രണ്ട് ബോളേഴ്സ് ആണ്, ഹൈലി വിക്കറ്റ് ടേക്കേഴ്സ് ആയിട്ടുള്ള. പിന്നെ ഈ പേസ് ബോളിംഗ് സൈഡിൽ നിൽക്കുന്നതിന്റെ ഒരു പ്രശ്നം യങ്സ്റ്റേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആരാണ് ഈ ഒരു പേസ് ബോളിംഗ് നിര നിയന്ത്രിക്കാൻ പോകുന്നത് അറിയില്ല. കാരണം കഴിഞ്ഞ സീസണായിട്ട് കമ്പയർ ചെയ്താലും, പക്ഷെ എന്നിരുന്നാലും പുള്ളിയുടെ ആ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കഴിഞ്ഞ സീസൺ എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്നതാണ് അത് ആൻഡ്രിസ് നോർച്ചയുടെ. പിന്നെ ഹർഷിത് റാണയിലേക്ക് നോക്കി കഴിഞ്ഞാൽ വളർന്നു വരുന്ന ഒരു താരമാണ്. ഓഫ് കോഴ്സ് ഇന്ത്യൻ ടീമിലേക്ക് ഇന്റർനാഷണൽ മത്സരങ്ങൾ കളിച്ചൊരു എക്സ്പീരിയൻസിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ വൈഭവ് വററോ ഉണ്ട്. പിന്നെ ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യങ്സ്റ്റർ ആണ്. സോ അത് തന്നെയാണ് ഇവർ ലോങ് ടൈമിലേക്ക് ആയിരിക്കണം ആ ഒരു ബോളിംഗ് സൈഡ് കൊണ്ടുപോകാൻ നോക്കുന്നത്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുവാണെങ്കിലും അതിൽ ബോളിംഗ് ലൈനപ്പ് കാര്യമായിട്ട് മാറ്റമൊന്നും വന്നിട്ടില്ല. ഇപ്പൊ വൈഭവ് ആണെങ്കിലും ഹർഷിത് റാണയാണെങ്കിലും സ്റ്റാർക്ക് ആണെങ്കിലും ആ ഒരു ലൈനപ്പ് ആയിരുന്നു. പിന്നെ നരേൻ, വരുൺ CV ഇങ്ങനെ ഇത്രയായിരുന്നു മെയിൻ ആയിട്ടുള്ള ബോളിംഗ് ലൈനപ്പ്. അതിലിപ്പോ മെയിൻ ആയിട്ട് മാറിയേക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സ്റ്റാർക്കിന് പകരം സ്പെൻസർ ജോൺസൺ അല്ലെങ്കിൽ ഓർക്കി വരും. ഇതായിരിക്കും മാറ്റം വരാൻ പോകുന്നത്. പിന്നെ സുയാഷ് ശർമ്മ ഉണ്ടായിരുന്നു. സുയാഷ് ശർമ്മയ്ക്ക് പകരം അവര് മായക് മാർക്കണ്ടേനെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മായക് മാർക്കണ്ടേക്ക് ഒരു അവസരം കിട്ടാൻ സാധ്യത കുറവാണ്. ഈ രണ്ട് സ്പിന്നേഴ്സ് ആയിരിക്കും മെയിൻ ലൈനപ്പിൽ ഉണ്ടാവുന്ന സ്പിന്നേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹൈലി സ്പിൻ ട്രാക്ക് മാത്രം ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ മായക് മാർക്കണ്ട ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് പ്രതീക്ഷിക്കാം. ലക്നൌവിലോ ചെപ്പോക്കിലോ അങ്ങനത്തെ ഏതെങ്കിലും ഫ്രണ്ട്ലി വിക്കറ്റിലൊക്കെ ആയിരിക്കും അവിടെ സ്പിന്നറിന്റെ ആവശ്യമുണ്ട്. അതെ അതെ. പിന്നെ ഇതിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്പെൻസർ ജോൺസൺ, അതായത് കഴിഞ്ഞ സീസണിൽ സ്റ്റാർക്കിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹൈലി ത്രെറ്റ് ഉണ്ടാക്കുന്ന ഒരു താരമായിരുന്നു. ഏത് ടീമിലെ ബാറ്റ്സ്മാൻമാരെ സംബന്ധിച്ച് ഒരു കോൺഫിഡൻസ് കളയുന്ന ഒരു താരമായിരുന്നു സ്റ്റാർക്ക്. പക്ഷെ അങ്ങനെ ഒരു താരം ഇവരുടെ ബോളിംഗ് സൈഡിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതെ അതെ. സ്റ്റാർക്കിന്റെ അത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമോ സ്പെൻസർ ജോൺസൺ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്റ്റാർക്ക് ആ ന്യൂ ബോളിൽ പുള്ളിയെ സ്വിംഗ് ചെയ്യിക്കുന്ന രീതിയും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്പെൻസർ അത്രയ്ക്ക് എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്തായാലും ഇത്തവണ എനിക്ക് തോന്നുന്നു ഓഫ് കോഴ്സ് ബാക്കി സ്ക്വാഡിൽ നോക്കുമ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ക്വാഡ് തന്നെയാണ് KKR-നുള്ളത്. ഹൈലി റിലേ ചെയ്യാൻ പറ്റുന്ന റിലയബിൾ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ഓർഡർ അവർക്കുണ്ട്. കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുമ്പോൾ അത് കാര്യമായിട്ടൊന്നും മാറ്റമൊന്നും വന്നിട്ടില്ല. ഇതില് ജസ്റ്റ് ഒരു 3-4 പ്ലേയേഴ്സ് മാറി അതിന് അനുയോജ്യമായിട്ടുള്ള ബാക്കപ്പും കിട്ടിയിട്ടുണ്ട്. പിന്നെ അജിൻക്യ രഹാനെ സംബന്ധിച്ച് ഈ സീസൺ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഏജ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. സോ അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ് കീപ്പ് ചെയ്യേണ്ടത് ഒരു അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതെന്തായാലും നോക്കി കാണുന്ന ഒരു കാര്യമാണ്. പിന്നെ ബോളിംഗ് സൈഡിൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അത് ബാറ്റിംഗ് സൈഡിലോട്ട് ഇവർ കവറപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഈ ബോളിംഗ് സൈഡിലെ ചെറിയ പ്രശ്നങ്ങൾ വന്നാലും അത്രയും. പിന്നെ ഒരു യങ്സ്റ്റർ ഒരു പയ്യനുണ്ട്, ലുവിനി സിസോഡിയ എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട്. അതായത് ലെഫ്റ്റി RCB എന്തോ ഉണ്ടായിരുന്നു 2 വർഷം മുമ്പ് കണ്ടു. പുള്ളി അത്യാവശ്യം നല്ലൊരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ്. കർണാടക പ്രീമിയർ ലീഗ് ഒക്കെ കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. അത്യാവശ്യം എക്സ്പ്ലോഡിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റിയിലേക്ക് താരം കടന്നു വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടാവണം. അതെ അതെ അതെ. അല്ലാതെ രഘുവംശി ആയിരിക്കും ഇമ്പാക്ട് ആയിട്ട് വരാൻ പോകുന്നത്. അല്ലെങ്കിൽ രഘുവംശിയുടെ ഫോം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ സിസോഡിയുടെ കാര്യം പറഞ്ഞ പോലെ. അല്ലെങ്കിൽ പിന്നെ ബോളിംഗ് വരുമ്പോ ചിലപ്പോ അനുകുൽ റോയ് ടേണിംഗ് ട്രാക്ക് ആണെങ്കിൽ അനുകുൽ റോയ്, അല്ലെങ്കിൽ മയങ്ക് മാർക്കണ്ടെ, ഇവർ രണ്ടുപേരും ആയിരിക്കും സാധ്യത. ഉമ്രാൻ മാലിക്കിന് സീസൺ നഷ്ടമായതുകൊണ്ട് ഇവർ ചേതൻ സക്രിയെ സ്വന്തമാക്കിയിട്ടുണ്ട്. ആക്ച്വലി നല്ല ക്വാളിറ്റിയുള്ള പ്ലെയർ ആണെങ്കിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ചേതന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഒരു ചാൻസ് കൊടുത്തു നോക്കാൻ സാധ്യതയുള്ള പ്ലെയർ ആണ് ചേതൻ. ലെഫ്റ്റ് ആം പ്ലേസർ ആയിട്ടുള്ള ചേതൻ. പുള്ളി 2021 തോന്നുന്നു. പുള്ളി അത്യാവശ്യം അടിപൊളി സീസൺ ആയിരുന്നു പുള്ളിയുടെ ഫസ്റ്റ് സീസൺ രാജസ്ഥാന്റെ ഒപ്പം. പിന്നെ 22 പുള്ളിനെ ഡൽഹി ആണെന്ന് തോന്നുന്നു. ഡൽഹി മേടിച്ച് പുള്ളിക്ക് ചാൻസ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ വന്നപ്പോ പിന്നെ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. പുള്ളി ആകെ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ ബോളിംഗ് ആക്ഷൻ എന്തോ ചങ്കിങ്ങോ അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ഒക്കെ വന്നു, അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇഞ്ചുറി ഒക്കെ വന്നു കഴിഞ്ഞ് വന്നപ്പോഴാണ് പിന്നെ പുള്ളിക്ക് ടീമിൽ അങ്ങോട്ട് സ്ഥാനം ഇല്ലാത്ത ഒരു അവസ്ഥയായി പോയത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഉമ്രാൻ മാലിക്കിനേക്കാൾ ബെറ്റർ ഒരു സെലക്ഷൻ തന്നെയാണ് ചേതൻ സക്രിയ. ഉമ്രാൻ മാലിക് ആ ഒരു ലൈൻ ആൻഡ് ലെങ്ത് കീപ്പ് ചെയ്ത് എറിയുന്നത് കണ്ടിട്ടില്ല. പേസിലായിരുന്നു താരം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതാണ് ഇപ്പം ഇഞ്ചുറിക്ക് വെല്ലുവിളി ആയത്.
ചേതൻ സക്രിയ നല്ല ഓപ്ഷൻ തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓപ്ഷനാണ്. പുള്ളി ബാക്ക് ഓഫ് ദ ഹാൻഡ് സ്ലോ ബോളൊക്കെ അത്യാവശ്യം നല്ലോണം അറിയും. നല്ലോണം പേസ് വേരിയേഷൻ ഒക്കെ അത്യാവശ്യം നല്ലോണം അറിയണതാണ്. പിന്നെ അത്യാവശ്യം ഇവിടെ കുഴപ്പമില്ലാത്തൊരു ബോളാണ്. ഇതും ഇതേപോലെ തന്നെയാണ്. വൈഭവ് അറോറ, ഹർഷിത് റാന, നോർക്കെ അല്ലെങ്കിൽ സ്പെൻസർ. അവരുടെ ഇത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ സക്കറയുടെ കാര്യമാണെങ്കിലും ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഇവരുടെ ഫോം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സ്ലോ ട്രാക്കിലാണെങ്കിൽ ഉറപ്പായിട്ടും 4 ഓവേഴ്സ് എറിയാൻ പറ്റുന്ന ആരാണ് റസൽ. അതെ അതെ, സ്ലോ ട്രാക്കിന് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ബോളിംഗ് ആണ് പുള്ളിയുടെ. അതെ അതെ. പിന്നെ വെങ്കടേഷ് അയ്യറിന് ഓവേഴ്സ് ചെയ്യാൻ സാധിക്കും, മിനിമം 2 ഓവേഴ്സ് ചെയ്യാൻ സാധിക്കും. പക്ഷെ കഴിഞ്ഞ വർഷം ഒരു കളിയിലെങ്ങാണ്ട് പുള്ളി ഓവർ ചെയ്തിട്ടുള്ളൂ. നോക്കുന്നുണ്ടായിരുന്നില്ല, കാരണം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഉണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇരിക്കുന്നത് KKRന്റെ മാനേജ്മെന്റ് സൈഡില് അവരുടെ ബാക്കി സൈഡിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അഭിഷേക് നായർ ആ ഒരാളെ കുറിച്ച് ഫൈനലിൽ വിന്നിന് ശേഷം നമ്മുടെ വരുൺ ചക്രവർത്തി അല്ല, നമ്മുടെ വെങ്കടേഷ് അയ്യർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്രയ്ക്കും ടീമിനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ള ഒരു താരമാണ് അഭിഷേക് നായർ എന്ന് പറയുന്നത്. ഇന്ത്യൻ ടീമിലേക്ക് വന്നു. ഇന്ത്യൻ ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ, പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ, ബാറ്റിംഗ് സൈഡിൽ പ്ലേയേഴ്സിന്റെ പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ താരത്തിനെ കൊണ്ട് സാധിച്ചിരുന്നു. പക്ഷെ ഇപ്പം താരം നിലവിൽ KKRനൊപ്പം ഇല്ല. മാനേജ്മെന്റ് സൈഡിൽ കുറച്ച് ബാക്കി സൈഡിൽ കുറച്ച് ചേഞ്ച് ഉണ്ട്. മെന്റർ സൈഡിലേക്ക് ബ്രാവോ ഉണ്ട്. ഇതുണ്ട്. ഇവര് കപ്പടിച്ചതിൽ 24 കപ്പടിച്ചതിൽ പുള്ളിയുടെ ഒരു റോൾ ഭയങ്കരമാണ്. ഈ പറയുന്ന വെങ്കടേഷ് അയ്യർ അത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈനൽ വിന്നിന് ശേഷം. ഗൗതം ഗംഭീർ മാത്രമല്ല, അഭിഷേക് നായർ ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്ട് ഈ ഒരു സ്ക്വാഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റേതായ റിസൾട്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ട് ബാറ്റിംഗ് സൈഡിൽ. കാരണം അത്രയും ഡെപ്ത് ഉള്ള ബാറ്റിംഗ് ആണ്. കഴിഞ്ഞ സീസണിലേക്ക് നോക്കി കഴിഞ്ഞാൽ റിങ്കുനൊന്നും അധികം ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അധികം ബോൾ പുള്ളി കളിച്ചിട്ടില്ല. ഇപ്പൊ രമൺദീപ് ആണെങ്കിൽ ഇപ്പൊ അത്യാവശ്യം നല്ല റിങ്കുവിന് സപ്പോർട്ടായിട്ട് രമൺദീപ് ഉണ്ട്. പുള്ളിക്കും വേണമെങ്കിൽ ഒരു 1-2 ഓവർ അറിയാം. മീഡിയം പേസർ ആണ് പുള്ളി അത്യാവശ്യം. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വരുന്നില്ല. അതാണ് ഇവരുടെ പെർഫോമൻസ്. കഴിഞ്ഞ സീസണിൽ അതേ ടീം തന്നെ, ഒരു മാറ്റവും ഇല്ല. അതായത് സാധിച്ചിട്ടുണ്ട്. അതെ, അത് വലിയൊരു ഹൈലൈറ്റ് ചെയ്ത്. അതാണ് കാര്യമായിട്ട് എല്ലാവർക്കും ചെറിയ ചെറിയ ഇൻപുട്ടുകൾ മാത്രം കൊടുക്കേണ്ടി വന്നു. കപ്പിംഗ് തൂക്കിയെടുക്കാൻ പറ്റി. അല്ലാതെ വലിയ ഇൻപുട്ടുകൾ ഒരുപാട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ പ്ലേയേഴ്സും ഇപ്പൊ 10 വിക്കറ്റിന് മേളില് റസല്, നിതീഷ് റാന, ഹർഷിത് റാന, ചക്രവർത്തി, അങ്ങനെ കുറച്ച് 4-5 പ്ലേയേഴ്സ് 10 വിക്കറ്റിന് മേളിൽ എടുത്തായിരുന്നു ഒരു സീസണിൽ. കപ്പടിക്കാൻ കാരണം ഒരു ടീം വർക്കിന്റെ ഒരു ഇതാണ് കപ്പടിച്ചത് തന്നെ. ടീം വർക്ക്, ഒരു സോളോ ആയിട്ടുള്ള ഒരു എഫേർട്ട് ഒന്നും അല്ല. ഈ പറയുന്ന ഗുർബാസിനാണെങ്കിലും ഡീകോക്കിനാണെങ്കിലും ഒരിക്കലും 1 ഡൗൺ പൊസിഷനിലേക്ക് ഇറക്കാൻ പറ്റില്ല. അവർ രണ്ടുപേരും പ്രോപ്പർ ഓപ്പണേഴ്സ് ആണ്. അപ്പൊ രഹാൻ എന്തായാലും 1 ഡൗൺ കളിച്ചേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഡീകോ പ്ലസ് സുനിൽ നാരായൺ ഓപ്പണിംഗ് കൂട്ടുകെട്ടും രഹാനെ 1 ഡൗൺ ആയിട്ടും പ്രതീക്ഷിക്കാം. ദെൻ ഡിപ്പെൻഡ്സ് അപ്പോൺ വിക്കറ്റ് ലോസ് എന്ന് വേണമെങ്കിൽ പറയാം. വെങ്കടേഷ് അയ്യർ, റിങ്കു, രമൺദീപ് എന്തായാലും 11 ഉണ്ടാവും. ദെൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് സ്പെൻസർ ജോൺസൺ, വരുൺ ചക്രവർത്തി, ഹർഷിത് റാണ, വൈഭവ് അറോറ. ഇതില് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന താരമാണ് ചേതൻ സക്കര. ഇനിയിപ്പോ ഒരു സഡൻ വിക്കറ്റ് ലോസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ ഓൾറെഡി ലെവലിൽ നല്ല ബോളേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ മനീഷ് പാണ്ഡെ വേണമെങ്കിൽ സഡൻ വിക്കറ്റ് ലോസ് കൊളാപ്സ് ആണെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവര് റസലിനൊക്കെ എന്തെങ്കിലും ഇഞ്ചുറി വരുവാണെങ്കിൽ അവിടെ റോമാൻ പവൽ ഉണ്ട് ബാക്കപ്പ് ആയിട്ട്. ഇപ്പൊ നരേനും എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഓഫ് സ്പിൻ അറിയാൻ വേണ്ടി മോയിൻ അലി ഉണ്ട് അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ. ഈ ഒരു കറന്റ് ലെവലിൽ ഒരു സ്പേസ് മൊയിൻ അലിക്ക് കിടപ്പില്ല. ഇല്ല, ചാൻസ് ഇല്ല. അത് പവലിന്റെ അതുപോലെ തന്നെ, റോമാൻ പവൽ അതുപോലെ തന്നെ. ഇവരുടെ ഒന്നിലെ പെർഫോമൻസ് ബാക്കപ്സ് ആയിട്ടാണ് ഇവര് എടുത്തേക്കണം. എനിക്ക് തോന്നുന്നു ഇത്തവണ ഉറപ്പായിട്ടും പ്ലേ ഓഫ് കളിക്കാൻ പറ്റുന്ന ഒരു സ്ക്വാഡ് തന്നെയാണ് KKRന്റേത്. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ പേപ്പറിൽ സ്ട്രോങ് ആയിട്ട് ടീം കളിയിലേക്ക് വരുമ്പോൾ കാത്തിരുന്ന് തന്നെ കാണണം. ഈ സപ്പോർട്ട് സ്റ്റാഫ് ചേഞ്ചസ്, അതോടൊപ്പം തന്നെ ഹെഡ് കോച്ച് ചേഞ്ച്, ക്യാപ്റ്റൻസി ചേഞ്ച്, ഇതൊക്കെ ടീമിനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. എന്നാലും കോർ ആയിട്ട് ടീമിനെ നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് KKRന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. നല്ലൊരു ഓപ്ഷൻ സ്ട്രാറ്റജി തന്നെ ഉണ്ടായിരുന്നു KKRന്. നന്നായിട്ട് ഹോംവർക്ക് ചെയ്ത് തന്നെയാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അതെ, ഞാൻ പറഞ്ഞ അവരുടെ ബേസ് ഒക്കെ സ്ട്രോങ് ആണ്. അവർക്ക് വേണ്ട ഒരു 3-4 പ്ലേയേഴ്സിനെ അവര് മാറ്റിയെടുത്തു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ കാര്യമായിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല അതില്. വേണ്ട പ്ലേയേഴ്സിനെ കിട്ടുകയും ചെയ്തു. അവര് വേണ്ട പ്ലേയേഴ്സിനെ അവര് ഒരു സൈഡിലേക്ക് ചെയ്യാതെ എന്റെ സ്ക്വാഡിനെ തന്നെ മൊത്തത്തിലൊന്ന് ബാലൻസ് ആക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അത് വർക്ക്ഔട്ട് ആയി തന്നെയാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും KKRന്റെ അഭിപ്രായങ്ങൾ ഇത്രയാണ് നമ്മുടെ സൈഡിൽ നിന്നുള്ളത്. ഇനിയിപ്പോ ബാക്കി കമന്റ് ബോക്സിൽ അവർ പറയട്ടെ. നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയട്ടെ. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാം.